നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് കട്ട്സ് ആണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഡയമണ്ട് കട്ട്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ് കുറച്ച് അല്പം മതി, 1/4 ടീസ്പൂണോളം, 1 മുട്ട, 4 ടീസ്പൂൺ നെയ്യ്. ഇനി നമുക്ക് ഡയമണ്ട് കട്ട്സിന് വേണ്ടിയുള്ള മാവ് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടി, മൈദ, പഞ്ചസാര പൊടി ഇതെല്ലാം കൂടെ ആദ്യം നമുക്ക് ഒരുമിച്ച് ഇളക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഉപ്പ്, ശകലം ഉപ്പ്, നമ്മുടെ ബേക്കിംഗ് സോഡ, നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചതിനകത്തിലോട്ട് ഒഴിക്കുക. അതിൻ്റെ കൂടെ 4 ടീസ്പൂൺ നെയ്യ്, ഇനി നമുക്കൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം. നമ്മുടെ ഡയമണ്ട് കട്ട്സിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 3 പാർട്ടാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോളാക്കി അതിനെ പരത്തിയെടുക്കാം നമുക്ക്. തീരെ നമ്മൾ കട്ടി കുറയ്ക്കണ്ട, ഒരല്പം കട്ട് ചെയ്താണ്, നമ്മളല്പം കട്ടിയായിട്ടാണ് ഇതെടുക്കുന്നത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ തിക്നെസ് വരും. ഈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. അതിന് ഡ്രൈ ആകാൻ വേണ്ടി 10 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം. നമ്മുടെ ഡയമണ്ട് കട്ട്സിനുള്ള മാവ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് നമ്മുടെ ഒരു പാത്രം അടുപ്പ് വെച്ചു. അത് ചൂടായി വന്നതിന് ശേഷം അത് വറുക്കാൻ ആവശ്യമായ എണ്ണയൂടെ നമുക്ക് അതിനകത്തിലോട്ട് ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തീ ഒരു അല്പം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഡയമണ്ട് കട്ട്സ് പറക്കിയിടുക അതിനകത്തിൽ വരുന്നത്. ഇല്ലെങ്കിൽ തീ കൂടി കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോകും. നമ്മുടെ ഈ ഡയമണ്ട് കട്ട്സ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് അത് കോരി ഒരല്പം കൂടെ ബ്രൗൺ ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം.